ഹലോ ഹലോ ദാമോദരൻ സാറാണോ? ആ അല്ലല്ലോ, റോങ് നമ്പർ. അവിടെ കട്ട് ചെയ്തു. കട്ട് ചെയ്തോ? ഒന്നര വിളി. എന്നാന്നറിയോ, നമ്മൾ വിളിക്കുമ്പോ ആദ്യം പുള്ളിയുടെ പേര് പറയരുത്, അല്ലാതെ വേണം വിളിക്കാൻ. എന്നീ ശരിക്കുള്ള പേര് വിളിക്കണം. അതാ വിളി. മൊബൈൽ എടുത്തില്ല. എടുക്കുന്നുണ്ട്. ഹലോ ഹലോ, ദാമോദരൻ സാറിനെ വിളിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞ അണ്ണനാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. പിന്നെ എപ്പോഴും വിളിക്കുന്നത് ഞാനാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അയ്യോ അല്ല, ഏ അണ്ണാ നല്ല ശബ്ദം കേട്ടോ അണ്ണാ. അണ്ണന്റെ നല്ല ശബ്ദമാ. എന്റെയോ? അണ്ണന്റെ പേരെന്താ? അല്ല, എന്റെ പേരെന്തിനാ നിങ്ങൾ അറിയുന്നത്? നിങ്ങൾ വിളിച്ച ആളല്ലല്ലോ ഞാൻ. പെണങ്ങല്ലേ, പ്ലീസ് പേര് പറ. എന്റെ പേരോ? പേര് പറ. ഞാൻ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത്. ഇല്ല. കുട്ടിയുടെ പേരെന്താണ്? എന്റെ പേരെന്നാ ചോദിക്കുന്നത്? എന്റെ പേര് എടാ വന്നു പോയാ വാണാൽപ്പിന്റെ പേരെന്നാ? മഞ്ജു. ആ മഞ്ജു. ഹലോ, എന്റെ പേര് മഞ്ജു. മഞ്ജു വേണോന്നോ? അല്ല, മഞ്ജു. മഞ്ജു, മഞ്ജു നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഞാന് തെക്കുന പാർക്കില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? ആ പാർക്കിൽ പോയി ശകല നേരം കാറ്റ് കൊള്ളാം. അയ്യോ, കാറ്റ് കൊള്ളുന്ന പാർക്കല്ല, ജോലി ചെയ്യുന്ന പാർക്ക്. നിനക്ക് എന്നാടാ? നിനക്കെന്നാടി? നിനക്കെന്നാത്തിന്റെ കേടാ? പേര് പറ. പേര് പറയട്ടോ. എന്റെ പേരോ? എന്റെ പേര് മന്മഥൻ. നല്ല പേര്. വാവോ. വാവോ? പാവല്ല, വാവൂന്ന് വെച്ചതാ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനുണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്. അയ്യോ, കല്യാണം കഴിച്ചതാ? വൈഫൈ ഉണ്ട് വീട്ടിൽ. വൈഫൈ ഉണ്ട് എന്നാ പറഞ്ഞത്. കുട്ടികളുടെ കാര്യം പറഞ്ഞത്? അത് ഏട്ടന്റെ മക്കളുടെ കാര്യമാണ് പറഞ്ഞത്, സുധിയേട്ടൻ. ആണോ? ആ, അപ്പൊ കുട്ടികൾ ഭയങ്കര കുസൃതിയായിരിക്കും. കുട്ടികളുള്ള വീടല്ലേ? അത് ജോലി എന്താ? ജോലി ഞാൻ അഗ്രികൾച്ചറിലാണ്. അഗ്രികൾച്ചറിലാണ്. ആ പാടത്ത് പോയി പുല്ല് വെട്ടിക്കൊണ്ടല്ലോ ആടിന് കൊടുക്കണം അഗ്രികൾച്ചർ. എനിക്ക് കാണണോ? എനിക്ക് ഇപ്പൊ കാണണോ? അയ്യോ, ഇപ്പൊ കാണണമെന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് വന്ന് പ്രത്യക്ഷപ്പെടാൻ ഞാൻ പരമശിവനല്ല. അയ്യോ ചേട്ടാ, എന്റെ പൈസ ഇപ്പൊ തീരുവേ. എനിക്കൊരു 100 രൂപയ്ക്ക് ചാർജ് ചെയ്യുവോ? ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. കത്തി. ആരുടെ പുള്ളി വെച്ചടാ? ആ, ആരായിരുന്നു ഫോണില്? ആരാ നീ നോക്ക? ആരുമില്ലല്ലോ. വേണ്ട. അതല്ല, ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത് ആരോടാണ്? സംസാരിച്ചതോ? അത് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചതാ. എന്തിനാ? ഞാൻ അവരുടെ പറ്റത്തിനകത്ത് ഞാൻ വീണില്ല. എന്ത് പറ്റിക്കൽ? എടി, ഒരു പാട്ട് നമുക്ക് തരത്തില്ലേ അവര്? 30 രൂപ നമ്മൾ കൊടുക്കുമ്പോ അവരൊരു പാട്ട് തരും. അപ്പം നമ്മളെ വിളിക്കുന്നവർക്ക് ഈ പാട്ട് കേൾക്കാം. ഒരുത്തട രാവുബട ഡാട, ആ പാട്ടാണ് അവര് ചോദിച്ച. വേണോന്ന് ചോദിച്ചു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്തിനും നമുക്ക് വെറുതെ പൈസ കളയുന്നു? വല്ലവർക്കും കേൾക്കാനായിട്ടാണ് നമ്മള് അത്രയല്ലേ ഉള്ളു. അസുലു, എനിക്കൊരു 100 രൂപ വേണം. എന്തിന്? ഒന്ന് റീചാർജ് ചെയ്യാനാണ്. ഫോൺ റീചാർജ് ചെയ്യാൻ? എന്തിനാണ് മനു ഫോൺ റീചാർജ് ചെയ്യുന്നത്? ആവശ്യക്കാരൊക്കെ ആ ഫോണിലേക്ക് വിളിക്കില്ലേ? എന്നെ വിളിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ഫോണിൽ പൈസ ഇല്ലല്ലോ. അതുകൊണ്ട് എന്താ മനുവിനെ വിളിക്കണമെങ്കിൽ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാലോ? അത് വേണ്ട, അത് പിടിക്കും. അത് വേണ്ട, അത് കടുക്ക് വന്നു പറയാം. അത് വേണ്ട. അത് അപ്പൊ എനിക്ക് എന്റെ ഫോണിൽ ആരെങ്കിലും വിളിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വിളിക്കാൻ എനിക്ക് 100 രൂപ തന്നാൽ എന്താ കുഴപ്പം? പതിവ് വേഷം കെട്ടോണ്ട് എന്റെ അടുത്തേക്ക് വന്നാല് പൈസ ഇല്ല, റീചാർജും ഇല്ല, 100 രൂപയില്ല. തരത്തില്ല. പൈസ തന്നില്ലേലും വേണ്ടില്ല, നീ ഒന്ന് പോയി തന്നാ മതി ഇവിടുന്ന്. ഹലോ, നിന്നെ വായി നാക്കില്ലടാ, പഴാറടാ. നീ ഇങ്ങോട്ട് പോയി പുള്ളിക്കാരൻ ഇങ്ങ് വിളിച്ചില്ലേ? നീ ഒന്ന് ചെറുതായിട്ട് മിസ് കോൾ കൊടു. മിസ് കോൾ പോയി. മിസ് കോൾ പോട്ടെ. വിളിക്കും. ഹലോ. ഹലോ മഞ്ജു. ഹലോ മഞ്ജു, എന്തോ? നമ്മളെ ഇപ്പൊ പൊക്കിയാനെ. എന്താ പറ്റി? ഞാനിപ്പൊ അങ്ങോട്ട് വിളിച്ചപ്പോഴേ ആരായിരുന്നു എടുത്തത്? ഫോൺ എടുത്തതോ? അത് എന്റെ അച്ഛനായിരുന്നു. അയ്യോ, നമ്മളെ ഇപ്പൊ പിടിച്ചേനെ കേട്ടോ. നമ്മളിപ്പൊ പിടി വീണേനെ നമുക്ക് കേട്ടോ. സാരമില്ല, അച്ഛൻ പാവയാ. നിന്റെ അച്ഛൻ പാവയാണോ? അയ്യോ, പാവമാന്ന്. എന്നോടാ? നിനക്കെന്താടി? എനിക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നടി. എനിക്ക് കാണാൻ മുട്ടിയിരിക്കും. എനിക്ക് കണ്ടേ പറ്റൂ. മഞ്ജു, നമ്മൾ എവിടെ വെച്ച് കാണും?
പറ ചേട്ടാ വാട്സപ്പ് ഉണ്ടോ? ഉണ്ടായിരുന്നു, അതിപ്പോ പൂട്ടി. അതെ, ഒന്നും വണ്ടിയൊന്നും വരുന്നില്ലെന്നേ. എന്താ ഉദ്ദേശിച്ചത്? വർക്ക്ഷോപ്പ് ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അയ്യോ വർക്ക്ഷോപ്പ് അല്ല, വാട്സപ്പ്. അതെന്നാ അത്? വാട്സപ്പ് ഉണ്ടെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ എനിക്കും കാണാം, എന്റെ ഫോട്ടോ ചേട്ടനും കാണാം. ആണോ? ആ, ഒന്ന് മേടിക്കടാ. അതിപ്പോ എന്തായാലും ഞാൻ സംഘടിപ്പിച്ചു തരാം. സംഘടിപ്പിക്കടാ. ഞാൻ സംഘടിപ്പിക്കാം, അങ്ങനെ ഉടനെ സംഘടിപ്പിക്കാതെ. ആയിക്കോട്ടെടാ, ആ, ഓക്കെ. ഞാൻ വിളിക്കാവേ. ഏ? വിളിക്കാ ഇനി. അല്ല, നമുക്ക് എവിടെ വെച്ച് കാണാൻ പറ്റും? ഇല്ലടാ, നമുക്ക് കാണാടാ. നിനക്ക് എന്താ? നിനക്ക് എന്താടാ? ഒന്നുമില്ലടാ. ഉമ്മ ഉമ്മ ബാപ്പച്ചി. ഇവിടെ ഒരു വീശ നരച്ചോന്ന് നോക്കിയോടി. കണക്കിന് പോയി കഴിഞ്ഞാൽ നരയ്ക്കും. ആരായിരുന്നു ഫോണില്? ആര്? ഇങ്ങ് മാറിക്ക് മനുഷ്യ. എന്റെ കോലം നിന്റെ കോലം പേടിപ്പിച്ചോളന്നല്ല മനുഷ്യനെ. നീങ്ങിക്ക്. ഇപ്പൊ ആർക്കാ നിങ്ങൾ ഉമ്മ കൊടുത്തത്? ഉമ്മ കൊടുത്തോ? ആ, ഞാൻ ആർക്കും ഉമ്മ? നിനക്കെന്തടി പ്രാന്താണോ? ഇപ്പൊ ഫോണിൽ കൂടെ ഉമ്മ കൊടുത്തത്? എടി, അത് കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചാണ്. ഇല്ല, പാട്ട് വേണോന്ന് ചോദിച്ചു വിളിച്ച. ഏതാന്നറിയോ? വിജയുടെ പടത്തിലെ ഉമ്മ ഉമ്മ ഉമ്മ, ആ പാട്ടായിരുന്നു. ആണ്, സത്യം. കസ്റ്റമർ കെയർ ആ. ഉമ്മ. നീ എന്താ നോക്കുന്നേ? സത്യമാ ഞാൻ പറഞ്ഞത്. എന്തോ ചെയ്താലും അങ്ങ് സംശയമാണ്. ഇതാണ് എനിക്ക് പ്രശ്നം. എടി, ഒന്നുമില്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 100 തരാവോ? മിണ്ടരുത് കേട്ടോ. 100 രൂപ വിളിക്ക്. കസ്റ്റമർ കെയർ ഉമ്മ അല്ലേ? ഞാനടാ എന്നാ രണ്ടുപേരും ഇനി വന്ന്. പൈസക്കാണെങ്കിൽ ഇല്ല കേട്ടോ, വാടക പൈസക്കല്ല, പൈസ ചോദിക്കാനല്ല വിളിച്ചത്. അവിടെ നിൽക്ക്, വാടക പിന്നെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഇത് ആദ്യം നടക്കട്ടെ. എനിക്ക് ഒരു വാട്സാപ്പ് നിങ്ങൾ ഒപ്പിച്ചു തരണം. വാട്സാപ്പ് ഒപ്പിച്ചു തരാനോ? ആ, പഴയതായാലും വേണ്ടില്ല, അതിന് ഞാൻ പൈസ കൊടുത്തോളാം. ആ, നമ്മുടെ തട്ടിന്റെ പുറത്തോടെ ഇരിപ്പില്ല പൊടി പിടിച്ച്. മതി 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 മതി, അത് മതി. എന്റെ ചേട്ടാ എന്തോ ഈ പറയുന്നത്? എന്ത്? വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. പിന്നെ? നെറ്റില് നെറ്റ്. ആ, കിണറ്റിന് മണ്ടയ്ക്ക് ഇടുന്നതല്ലേ? അല്ല, ഇന്റർനെറ്റ്. ഓ, അത് ആ, അതിനകത്ത് വരുന്ന ഫേസ്ബുക്ക്, ഈ പറഞ്ഞ വാട്സാപ്പ്, അതൊക്കെ ഒരു കാറ്റഗറി വരുന്നതാണ്. ആ, അത് അവള് പറഞ്ഞായിരുന്നു. ഇതുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു. ചേച്ചി, അവളല്ല പറഞ്ഞത്. പിന്നെ അവള് പറഞ്ഞു. മറ്റേ അവള് മറ്റേ മറ്റേവളോ? വേറൊരു പെണ്ണ. എന്തോ ചുറ്റിക്കളി ഉണ്ട്. ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഉണ്ട്, നിങ്ങളുടെ മുഖം കണ്ടാ അറിയാം. ഇല്ല, എന്റെ പൊന്നെ ചേട്ടാ, തങ്കക്കടം പോലെ പെണ്ണുമ്പോൾ ഉള്ളപ്പോ എന്തിനാ വെല്ലവന്റെ പുറകെ പോകുന്നത്? അവള് കൊള്ളത്തില്ലെന്നേ. ഇവള് കൊള്ളുകയല്ല. കൊള്ളത്തിനേക്കാളും നല്ല മറ്റേവള്. ഇതിനെന്തല്ലോ നല്ല കണ്ടോ, ആളെ കണ്ടോ? എന്റെ പൊന്നെ, നിങ്ങളൊന്ന് കാണണം. തൊട്ട് കഴിഞ്ഞാൽ ചോര ചീറ്റും. എന്നാ രക്താണിയിൽ കടിച്ചാരി. നിന്റെ മോന്തക്കിട്ടൊരു കീറിയാൻ പറ്റും കേട്ടോ. ഒന്ന് ഉപമിച്ച് പറഞ്ഞാന്ന്. ശരീര ഒഴിവെന്നൊക്കെ പറഞ്ഞ അതാണ്. ദേ, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ദേ ഇങ്ങനെ ഇരിക്കുവാങ്ങ. മനസ്സിലായി, തമ്പരു. വെട്ടി ഞാൻ ഇവിടെ ഞാൻ താഴെ ഇടും. ഞാൻ പറഞ്ഞ കേട്ടോ. ഇങ്ങനെ കാണിച്ച പിന്നെ എന്നാ പറയണത്? ഇവിടെ ഒന്ന് ഉപമിച്ചാന്ന് സ്ത്രീയെ. പോമയാ. ഇത്ര നല്ല ഭംഗിയുള്ള പെണ്ണാണ് ആണല്ലേ? അപ്പൊ നിങ്ങൾ അവളെ എങ്ങനെയും എനിക്ക് സംഘടിപ്പിച്ചു തരണം. അവളുടെ പേരെന്നാ? പേര് ഞാൻ പറയത്തില്ല. പറയുന്നേ. അത് മാത്രം ഞാൻ പറയാം. എന്നാ ആദ്യത്തെ അക്ഷരം പറ. ആദ്യത്തെ അക്ഷരം മാ. അപ്പൊ രണ്ടാമത്തെയോ? മഞ്ജു. ആ, മജു, നല്ല പേരാ. ഒറ്റ കേൾക്കാൻ പറ്റും. പിന്നെ മജുവോ? മഞ്ജു. 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 എടാ കള്ള, എടാ കള്ള, ഇങ്ങനെ നടക്കുക. പിന്നെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവിടെ വീട് എനിക്കറിയത്തില്ല. എവിടെയാണ് അവളുടെ വീടെന്നുള്ളത് നീ തപ്പിയെടുത്ത് എനിക്ക് കൊണ്ടുതരാം. കണ്ടുപിടിച്ചാ കണ്ടുപിടിച്ചു തരണം. അല്ല, ഞങ്ങള് തപ്പുന്ന കാര്യം പറ്റൂ. ഞങ്ങൾക്ക് എന്താ ഗുണം അത് പറ. നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾക്ക് അഭിമാനിക്കരുതോ? വല്ല അഭിമാനം വേണ്ട. ഞങ്ങൾക്ക് ഇത് കടയോ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടെന്ന് പറയാം. ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? ഒരു പെണ്ണിന്റെ വീട് കണ്ടുപിടിച്ചായിരുന്നതിന് 10,000 രൂപയോ? അതെ, വേടാ പുള്ളി നോക്കണം. ആ, അല്ല, ഞാനത് അറേഞ്ച് ചെയ്യാം. ഞാൻ എവിടുന്നേലും കള്ളക്കടം മേടിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ തരാം. പക്ഷെ വൈകുന്നേരം 5 മണിക്ക് ഇപ്പം അവളെ തപ്പി തരണം. അത് ഓക്കെ. അവിടെ വീട് മനസ്സിലായോ? എന്നാലും